ഉണ്ടാക്കിയാലോ? കുറച്ചല്ല, കുറച്ചധികം തന്നെ. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3/4 കപ്പ് അരിപ്പൊടിയും അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്ത് കുറച്ച് ദോശമാവ് കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ടാണ് ദോശമാവ് ഉപയോഗിക്കുന്നത്. പിന്നെ 10 മിനിറ്റോളം കൈ വെക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇന്ന് പഴംപൊരി ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകും അര ദോശമാവ് ചേർത്ത കാരണത്താൽ. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ പഴം മുക്കിയിട്ട് എണ്ണയിലോട്ട് കോരി ഒഴിച്ച് കൊടുത്താൽ അതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. നമ്മുടെ ദോശമാവിൻ്റെ പവറാണത്. പിന്നെ ഒട്ടും എണ്ണ വല്ലാതെ കുടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പഴംപൊരി നല്ലൊരു കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് കൂട്ടാക്കണേ.